ഉപ്പും മുളകും ജനപ്രിയ ഒരു സീരിയലാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പീഡന പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച നടക്കുന്നത് ഈ നടി ആരാണെന്ന പേരിലാണ്. അപ്പോൾ ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട്. ആ നടി ഞാനല്ല എന്ന പ്രസ്താവനയുമായാണ് രംഗത്ത് വന്നത്. എന്തായാലും ആ കേസുമായി ബന്ധപ്പെട്ട് ആ സീരിയലിന് ഇനി ഒരു തിരിച്ചടി ഉണ്ടാകുമോ? സീരിയലിന് തിരിച്ചടി ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കി കാണേണ്ടതാണ്. കാരണം ഉപ്പും മുളകും അതൊരു ജനപ്രിയ സീരിയലാണ്. ഫ്ലവേഴ്സിലാണ് അത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കാണുന്ന, അതായത് ചെറുത് നില വലുത് നില എല്ലാവരും കാണുന്ന ഒരു സീരിയൽ തന്നെയാണ്. എല്ലാവരും കാണുന്നതാണ്. കാരണം മറ്റ് സീരിയലെ അപേക്ഷിച്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ളൊരു കഴിവ് ഉപ്പുമുളകിനുമുണ്ട്. അത് ഈ ഉപ്പുമുളകും ഇത്രയും ഫേമസ് ആക്കിയത് അതിലെ ആക്ടേഴ്സിൻ്റെ അതിൻ്റെ ആക്ടേഴ്സിൻ്റെ മിടുക്ക് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ബിജു സോപാനം, അതുപോലെ തന്നെ ശ്രീകുട്ടൻ, അതായത് പരാതിയിലെ പ്രതികളായിട്ടുള്ള ഇവർ. കാരണം ബിജു സോപാനത്തിൻ്റെ ബാലു എന്ന കഥാപാത്രം, അതായത് ഒരു സാധാരണ കുടുംബത്തിൽ ഒരു അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണ് ബാലു എന്ന ക്യാരക്ടറെ കൊണ്ട് ബിജു സോപാനം അവതരിപ്പിക്കുന്നത്. ശ്രീകുട്ടനായി ശ്രീകുമാറും, അങ്ങനെയാണ് ക്യാരക്ടേഴ്സിൻ്റെ പേരും. അതും ഒരു നമ്മുടെ കുടുംബജീവിതത്തിലുള്ളതുപോലെ തന്നെ ഒരു മാമൻ്റെ ക്യാരക്ടറാണ്. കാരണം സാധാരണക്കാരോട് അടുപ്പമായി അല്ലെങ്കിൽ സാധാരണക്കാരോട് അടുത്ത് നിൽക്കുന്ന ഒരു സീരിയലാണ് ഫ്ലവേഴ്സിലെ ഉപ്പും മുളകും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജനപ്രിയ സീരിയലായി ഇതിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട്. നടിയുടെ പേര് ഗൗരി എന്നാണ്. ഗൗരി ഉപ്പുമുളകിൽ എനിക്ക് തോന്നി ശ്രീകുമാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന നടിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. താനല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ പേരിലാണ്, ഞാനാണ് ഈ പീഡന പരാതി കൊടുത്തതായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. അത് ഞാനല്ല, ഞാൻ എന്തായാലും ആ എപ്പിസോഡിൽ അഭിനയിക്കുകയാണ്. പക്ഷെ അതിനുള്ള മറ്റൊരു കാരണം, കുറച്ച് എപ്പിസോഡുകളായിട്ട് ഈ നടി അതിൽ അഭിനയിക്കുന്നില്ല. അപ്പോഴാണ് എല്ലാവരും സംശയിച്ചത്, അങ്ങനെ ഈ പ്രശ്നത്തിൻ്റെ പേരിലാണോ ഈ നടി ഈ സീരിയലിൽ നിന്നും അഭിനയിക്കാതെ മാറി നിൽക്കുന്നതെന്ന സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അതിലെന്തായാലും അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം ഈ നടി, അതായത് എല്ലാവരും വിരൽ ചൂണ്ടിയപ്പോഴാണ് ഗൗരി എന്ന് പറയുന്ന ഇവർ സമൂഹ മാധ്യമത്തിൽ വരികയും ഇവർ പറയുന്നത് ഞാനല്ല പരാതി നൽകിയതെന്ന് പറഞ്ഞത്. പിന്നീട് നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ, അതായത് ഉപ്പുമുളകും എന്ന് പറയുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ ജനപ്രിയ സീരിയലാണ്. അതിലൊരു നടിയാണ് ഇവർക്ക്, അതായത് പ്രമുഖ ക്യാരക്ടേഴ്സായ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായാലും ആ നടി ആരാണെന്ന് അറിയാനുള്ള വ്യഗ്രത എന്തായാലും കൂടും. അത് പ്രത്യേകിച്ച് യൂട്യൂബർമാർക്കാണ് കൂടുന്നത്. ഈ യൂട്യൂബർമാർ ഗൗരിയാണെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ഇവർ ഇപ്പോൾ രംഗത്ത് വന്നില്ല. അത് താനല്ല പരാതി നൽകിയിരിക്കുന്നതെന്ന് അവർ പറഞ്ഞത്. പിന്നീട് ബിജു സോപാനത്തിൻ്റെയും ശ്രീകുമാറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവർ നേരത്തെയൊന്നും ഇവർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതികളൊന്നും ഉയർന്നിട്ടില്ല. കാരണം സെറ്റിൽ പോലും വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു രീതിയും, ഇപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ ആണെങ്കിലും മെയിൽ ആർട്ടിസ്റ്റിൻ്റെ ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന രീതിയാണ് ബിജു സോപാനത്തിൻ്റേത്. അത് പല ഇൻ്റർവ്യൂകളിലും ഇവരുടെ മക്കളായിട്ട് അഭിനയിക്കുന്ന കുട്ടികൾ വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് മുടിയൻ, അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ, അതായത് ഒരു കുടുംബത്തെ പോലെയാണ് ഞങ്ങൾ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തെ പോലെ ജീവിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ലൈംഗിക അതിക്രമ കേസ് അവിടെ വരുന്നത് എന്തായാലും ആ ഒരു സീരിയലിനെ അത് ഈ സീരിയലിൻ്റെ ഇമേജിനെ അത് വളരെ നന്നായിട്ട് തന്നെ ബാധിക്കപ്പെടുന്നുണ്ട്. കാരണം ഫ്ലവേഴ്സിലെ ഈ ഉപ്പുമുളകും രണ്ടാം ഭാഗമായിട്ടാണ് എടുത്തത്. കാരണം ഉപ്പുമുളകും ആദ്യം നിർത്തിയിരുന്നു. അപ്പോൾ ഈ ബിജു സോപാനത്തിൻ്റെ കുടുംബത്തെ കാണാൻ വേണ്ടി പ്രേക്ഷകർ പ്രത്യേകിച്ച് അഭ്യർത്ഥിച്ചിരുന്നു ഫ്ലവേഴ്സിനോട്. പിന്നീടാണ് ഈ ഉപ്പുമുളകിൻ്റെ രണ്ടാം ഭാഗമായി കൊണ്ടുവരുന്നത്. പിന്നീട് ഇതിന് മുന്നേ നമ്മൾ നോക്കേണ്ടത്, ഇതേ സീരിയലിൽ തന്നെ നേരത്തെയും ഒരു ലൈംഗിക അതിക്രമ പരാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ ലൈംഗിക അതിക്രമ പരാതിയാണ്. പിന്നീട് ഇതെല്ലാം ഉൾത്തിരിഞ്ഞു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മലയാളം ഇൻഡസ്ട്രീനെ ഒരുപാട് പിടിച്ചുകുലുക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. പിന്നെ മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ വരെ നായികമാർ രംഗത്ത് വന്നായിരുന്നു. കാരണം മലയാള സിനിമയിൽ അഭിനയിച്ചാൽ ഇങ്ങനെയാണ് അവസ്ഥ എന്നുള്ള അങ്ങനെ ഒരുപാട് കമൻസ് ആണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായത്. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒരുപാട് സൂപ്പർ സ്റ്റാറിൻ്റെ മുഖംമൂടികളാണ് അഴിഞ്ഞു വീഴുന്നത്. അത് ചേട്ടൻ കണ്ടു കാണും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്നലെ ടോക്കിൽ പറഞ്ഞ പോലെ ഈ നിവിൻ പോളി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ വ്യാജ പരാതികളും വന്നിട്ടുണ്ട്. നാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി സംസാരിക്കുമ്പോൾ മറിച്ച് ഈ കാശിന് വേണ്ടി ഭീഷണിക്ക് വേണ്ടി നിവിൻ പോളി എന്ന നടനെ
ഒരു നടനാണ് അദ്ദേഹം, നിവിൻ പോളിയല്ല, അത് ഏതൊരു നടനെ ആയാലും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വ്യാജ പരാതികളും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ചിലപ്പോൾ ഇതും വ്യാജ പരാതിയാണോ എന്ന് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. അറിയില്ല, കാരണം ഇതിനി അവരുടെ ഇമേജിനെ ബാധിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇമേജ് തകർക്കണമെന്ന് ലക്ഷ്യമിട്ട് ആ നടി മനഃപൂർവ്വം കൊടുത്തതാണോ എന്ന് നമുക്കറിയില്ല. അത് പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ നമുക്കതിനൊരു വ്യക്തത മനസ്സിലാകൂ. ഇപ്പോൾ നിവിൻ പോളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു നടി നിവിൻ പോളി തന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് നടി പറഞ്ഞത്. പക്ഷെ അന്ന് തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെല്ലാം വിളിച്ച് വരുത്തി തെളിവുകളെല്ലാം നിർത്തി. പിന്നീട് നിവിൻ പോളിക്ക് സപ്പോർട്ടായിട്ട് വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ് ഉൾപ്പെടെയുള്ള നായകന്മാർ രംഗത്ത് വന്നിരുന്നു. അങ്ങനെയാണ് ആ ഒരു കള്ളത്തരം അവിടെ പൊളിയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ, അതായത് ഇപ്പോൾ പരാതി കൊടുക്കുന്ന സ്ത്രീകളാണെങ്കിലും ചിലപ്പോൾ വൈരാഗ്യം തുടർന്നും ഇവർ ഇങ്ങനെ പരാതി നൽകുന്നുണ്ട്. പക്ഷേ ഈ പരാതികളിൽ ചില പുരുഷന്മാരുടെ ജീവിതവും അവിടെ ഹനിക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, കാരണം നടിയുടെ പേര് ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല, നടി ആരാണെന്ന് അറിയില്ല. എന്തായാലും ആ സീരിയൽ ഷൂട്ടിംഗ് മറ്റൊരു കാര്യമുണ്ട്. ഈ മലയാളികളെ ഈ അമിത ആവേശമാണ് ഇതിൻ്റെ എല്ലാം മറ്റൊരു പ്രശ്നവും. അതോടൊപ്പം തന്നെ മറ്റൊരു വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന ചിന്ത, ഈ ഒളിഞ്ഞു നോട്ട സ്വഭാവം കൂടുതലുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം അങ്ങനെ ഒരു നടി ഉണ്ടെങ്കിൽ അവരുടെ പേര് പുറത്തുവിടാൻ പറ്റില്ല. ഈ നിയമം അനുസരിച്ച് ഇരയുടെ പേര്, പീഡനത്തിന് ഇരയായപ്പെട്ട വിദ്യാർത്ഥിയുടെ, അതോടൊപ്പം തന്നെ സ്ത്രീയുടെ പേര്, യുവതി ആരങ്ങനെ പ്രായ വ്യത്യാസമില്ലാതെ ഇരയുടെ എന്തെങ്കിലും വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വിടാൻ പാടില്ലെന്ന് കോടതിയുടെ നിർദ്ദേശം തന്നെ ഉണ്ട്. അപ്പോഴാണ് ഈ ചിലർ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുമ്പോഴേ ഈ ഗൗരിയാണ് ഇതിൻ്റെ പരാതിക്കാരി എന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നത്. ചിലപ്പോൾ അവർ ചെയ്തൊരു മണ്ടത്തനം അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്കെതിരെ പരാതി നൽകിയിരുന്നെങ്കിൽ അത് നിയമപരമായി അവിടെ നിലനിൽക്കുമായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം ലൈവ് വന്നിട്ട് ഇതേപോലെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ബന്ധമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ലല്ലേ, ഇത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടിയല്ലേ സ്വീകരിക്കാനുള്ളത്? ഉറപ്പായിട്ടും നിയമ നടപടി തന്നെ സ്വീകരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്ലെങ്കിലും ചലച്ചിത്രത്തിൽ തന്നെ നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നടിയെ ആക്രമിച്ച കേസിൽ എല്ലാവരും, അതായത് പല യൂട്യൂബേഴ്സും, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ പല യൂട്യൂബേഴ്സും പല നടിമാരുടെ ഫോട്ടോ വെച്ചാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത്. ഈ നടിയാണ് പീഡനത്തിനിരയായത്, ഈ നടിയാണ് പീഡനത്തിനിരയായത്. ചിലപ്പോൾ ഇതിൽ കണ്ടും കേട്ടും അറിവില്ലാത്ത നടിമാരുടെ ഫോട്ടോ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഉപ്പുമുളകും ഒരു ജനപ്രിയ സീരിയലാണ്. അങ്ങനെ ആ ജനപ്രിയ സീരിയൽ ആ നടീനെ പുറത്തു കൊണ്ടുവരാനായിരിക്കാം ചിലപ്പോൾ ഗൗരി എന്ന് പറയുന്ന ഈ നടിയുടെ പേര് വെച്ച് യൂട്യൂബേഴ്സ് ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്നത്. കാരണം യൂട്യൂബേഴ്സ് കൂടുതലുമായി നോക്കുന്നത് എന്താണ്? അവർക്ക് വ്യൂവേഴ്സാണ്, അവർക്ക് പൈസ കിട്ടണം, അല്ലാതെ അവർ വേറൊന്നും ഇതിലൂടെ നോക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു നടിയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തി അവർക്ക് പൈസ കൊയ്യാനുള്ള മാർഗ്ഗമായിട്ടാണ് യൂട്യൂബേഴ്സ് ഇത് കൂടുതലുമായി കാണുന്നത്. നമ്മൾ പല യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതായത് ഉണ്ണി മുകുന്ദൻ, അതായത് ഒരു മെയിൽ ആർട്ടിസ്റ്റിനെ വരെ ഇവിടെ നേരിടുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ മാർഗ്ഗം കണ്ടിട്ട് പല യൂട്യൂബേഴ്സും എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറഞ്ഞതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു നടിയുടെ പേര് വെച്ചിട്ട് റേറ്റിംഗ് കൂട്ടാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. രംഗത്ത് വന്നിട്ടുണ്ടല്ലോ എന്തോ. അതെ, ഭാര്യ സ്നേഹ, അതായത് അവർ രണ്ടുപേരുമുള്ള ഒരു ചിത്രം പങ്കുവെച്ചാണ് അവർ രംഗത്ത് വന്നത്. കാരണം സ്നേഹ എന്ന് പറയുന്നത് അറിയാലോ, സീരിയലിലൊക്കെ അവർ ഒരു സജീവ സാന്നിധ്യമാണ്. അവർ മറിമായത്തിലാണ് കൂടുതലുമായി അവർ ജനപ്രിയ ഹൃദയങ്ങളിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും സ്വന്തം ഭർത്താവിന് ഇവിടെ ഒരു സപ്പോർട്ടായിട്ടാണ് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം അവർ പറയുന്നത് തൻ്റെ ഭർത്താവ്, എന്തായാലും അവർ പറയും തൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കേസ് ഒരു കള്ളക്കേസാണെങ്കിൽ ആ കള്ളക്കേസിൽ സത്യം തെളിയണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുള്ളത്. പിന്നീട് ഇവർക്കെതിരെ, അതായത് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ മറ്റൊരു ലൈംഗിക അതിക്രമ പരാതികളോ മറ്റ് കേസുകളോ ഒന്നും ഈ രണ്ട് ആർട്ടിസ്റ്റിനെതിരെയും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇവരെന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ പല സിനിമകളിലും ബിജു സോപാനമാണെങ്കിൽ പല സിനിമകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ശ്രീകുമാർ ആണെങ്കിൽ പൃഥ്വിരാജിന്റെ മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത് ഫേമസ് ആയ ഒരാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ലൈംഗിക അതിക്രമം ആ നടിയോട് കാണിക്കുമെന്ന് ഈ ഒരു റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാളികൾക്ക് വളരെയധികം ഞെട്ടലാണ്. പിന്നീട് ഈ സംഭവം നടക്കുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെ, അതായത് സീരിയൽ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെയായിരുന്നു. കാരണം അതിൽ ഏത് നടന്മാരാണ് ഭീഷണിപ്പെടുത്തിയതെന്നോ, രണ്ട് നടന്മാരുണ്ട്, ഇവരിൽ ആരാണ് ഭീഷണിപ്പെടുത്തിയതെന്നോ ലൈംഗിക അതിക്രമം നടത്തിയെന്നോ പറയുന്നില്ല. അതെ, നടൻ എന്ന വാക്ക് വെച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. ബിജു സോപാനമാണോ ശ്രീകുമാറാണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു ലൈംഗിക അതിക്രമ പരാതി കിട്ടുമ്പോൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിച്ച SIT തന്നെയാണ് ഇത്
അന്വേഷിക്കുന്നത്. ഉറപ്പായിട്ടും ഇതിൽ ഒരു വ്യക്തത പോലീസ് കൊണ്ടുവരും. ഇതിൽ ബിജു സബാനും ശ്രീകുമാരും പ്രതികളാണെങ്കിൽ അവർ എന്തായാലും ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ ഇതൊരു വ്യാജ പരാതിയാണെങ്കിൽ അതിനുള്ള സത്യം എന്തായാലും മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യണം.